വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ അത് നമുക്ക് മസ്റ്റാണല്ലേ. ചായയുടെ കൂടെ ഒരു എണ്ണക്കടി കൂടി ഉണ്ടെങ്കിൽ അത് പൊളിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുളകാ ബജിയാണ്. വെറും മുളകാ ബജിയല്ല, നല്ല സ്റ്റഫ്ഡ് മുളകാ ബജിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങൾ ബജി ഉണ്ടാക്കാൻ എടുക്കുന്ന മുളകിനനുസരിച്ച് വേണം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടി. ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാള ചേർക്കുക. പിന്നീട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത് ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് മസാല നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഞാനിവിടെ ഇടത്തരം വലുപ്പത്തിലുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്, അതും എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നെടുകെ കീറി അതിനകത്തുള്ള നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനകത്തുള്ള അരിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. എനിക്കിവിടെ അധികം എരിവില്ലാത്ത മുളകാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് നെടുകെ കീറി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയൊക്കെ ചേർത്ത് ഫില്ല് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി മുളക് പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കടലപ്പൊടിയിലേക്ക് ഞാനിത്തിരി അരിപ്പൊടി കൂടി ചേർക്കുകയാണ്, ഒന്ന് മുരിച്ചെടുക്കുമ്പോൾ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി കൂടി ചേർത്തു. ചിലവർ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാറുണ്ട്, ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് ഇത് മാറ്റി ഈ ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഓരോന്നായിട്ടും ഈ ബാറ്ററിൽ മുക്കി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നല്ല ചൂട് ചായയുടെ കൂടെ ഈ മുളകാ ബജി ഒരു കിട്ടിലൻ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. മഴയൊക്കെയുള്ള ടൈമാണെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.